എല്ലാവർക്കും നമസ്കാരം. എന്നത്തെയും പോലെ ഇന്നും 2 കാർഡ് ഇവിടെ വെച്ചിട്ടുണ്ട്. നിങ്ങളുടെ ഇഷ്ടദൈവങ്ങളോട് ഒന്ന് മൗനമായി ഗാഠമായി നിങ്ങളുടെ ഏതാശയാണോ അതിനെ ഒന്ന് ഓർത്തുകൊണ്ട് പ്രാർത്ഥിച്ചുകൊണ്ട് ഏതെങ്കിലും ഒരു കാർഡ് നിങ്ങൾക്ക് സെലക്ട് ചെയ്യാവുന്നതാണ്. ഇത് കാർഡ് 1, ഇത് കാർഡ് 2. അപ്പോൾ ഞാൻ എടുക്കാൻ പോകുന്നു കാർഡ് 1. പ്ലീസ് ലൈക്ക് ആൻഡ് സബ്സ്ക്രൈബ് ഇറ്റ്. ഓക്കെ, സോ this is the card today we got. This is 10 of cups ആണ്. വെരി ഗുഡ്. എ ഫാമിലി അറ്റ്മോസ്ഫിയർ ആണ് നമുക്കിവിടെ കാണാൻ കഴിയുന്നത്. ഒരു ഫാമിലി, കുട്ടികൾ, അങ്ങ് മേലെ ഒരു നല്ല പച്ചവിരിപ്പും ഒരു വില്ലേജ് സൈഡ് പോലെ ഒരു വീടും എല്ലാം ഉണ്ട്. 10 ഓഫ് കപ്സ് ആണ്. വളരെ ബ്യൂട്ടിഫുൾ കാർഡാണ്. നിങ്ങളുടെ എല്ലാ ഡിവൈൻ ലവും, നിങ്ങളുടെ എല്ലാ ഹാപ്പിനെസ്സും, നിങ്ങളുടെ എല്ലാ ഡ്രീമും ഫുൾഫിൽ ആയിട്ടുള്ളതായിട്ടാണ് ഇവിടെ കാണുന്നത്. നിങ്ങളുടെ ഫാമിലി കണ്ടൻറ്റും അതിൻ്റെ ആ ഒരു എൻജോയ്മെൻറ്റും, ആ ഫാമിലിക്ക് നിങ്ങളോടുള്ള ഒരു സപ്പോർട്ടും, നിങ്ങളെല്ലാവരും ഓൾ ടുഗദർ നല്ല സപ്പോർട്ടീവായിട്ടാണ് നിങ്ങൾ ഇതിൽ കാണുന്നത്. കുടുംബത്തിലുള്ളവരെല്ലാം പരസ്പരം സാഹോദര്യങ്ങൾ പങ്കുവെച്ചുകൊണ്ട് വളരെ നല്ലതായ ഒരു ഹാപ്പി മൂഡിലേക്ക് നീങ്ങുന്നതായിട്ടാണ് ഈ കാർഡ് പറയുന്നത്. നിങ്ങളുടെ എല്ലാവിധമായ റിലേഷൻഷിപ്പും നിങ്ങളുടെ എല്ലാ ആഗ്രഹങ്ങളും അവിടെ ഫുൾഫില്ലായിരിക്കുന്നു എന്നുള്ളതാണ്, ആകും എന്നുള്ളതാണ്. ഓക്കെ, അപ്പോൾ വെരി ഗുഡ് കാർഡാണ്, വെരി ഗുഡ് മെസ്സേജാണ്. ഇതിൽ പരം ഇനി എന്താ വേണ്ടത്? ഒരു കുടുംബത്തിലുള്ളവരെല്ലാം നല്ല രീതിയിൽ ഒരേ പോലെ സഹകരിച്ചു കൊണ്ട് കഴിയുക എന്ന് പറയുമ്പോൾ തന്നെ അവിടെ ഒരു വളരെ പോസിറ്റീവായ ഒരു എനർജിയാണ് അവിടെ വരുന്നത്, അല്ലേ? അതാണ് ഇതിൽ കാണുന്നത്, അല്ലേ? നമ്മൾ കുടുംബത്തിലുള്ളവരെല്ലാം കൂടെ നന്നായി പ്രാർത്ഥിച്ച് ഒരുമിച്ച് കഴിയുന്നതാണ് ഏറ്റവും നല്ലത്. ഓക്കെ, സോ വി ക്യാൻ ടേക്ക് അനദർ കാർഡ്. ഇതിൽ പറയുന്നത് നിങ്ങൾക്ക് കുറച്ച് കഷ്ടപ്പാടുകളും അല്ലെങ്കിൽ ഇത്തിരി പ്രയാസവും നിങ്ങൾക്ക് മുന്നേറാൻ ഉണ്ടാകുമെന്നാണ്. പക്ഷേ നിഷ്പ്രയാസം അതിനെ നിങ്ങൾ ഡിഫീറ്റ് ചെയ്തുകൊണ്ട്, ആ കഷ്ടപ്പാടുകളെയെല്ലാം നശിപ്പിച്ചുകൊണ്ട് നിങ്ങൾ മുന്നേറുന്നതായിട്ടാണ് പറയുന്നത്. താങ്ക് യു.